ഞാനും അമ്മയും ക്ലൈഡൂട്ടനും ഒക്കെ കൂടിയിട്ട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയിട്ടോ. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതൊന്നും അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ രണ്ടും തന്നെ പോകാനാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഓട്ടോയ്ക്കാണ് പോയി. പിന്നെ അനിയനെ ഞങ്ങൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവനെയും കൂടെ ഞങ്ങൾ കൂടെ കൂട്ടിയിടാൻ ഞങ്ങൾ തന്നെയാണ് പോകുന്നത്. കാട്ടിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുകൊണ്ട് ഈ സ്ഥലമാണ് കേട്ടോ, ഞങ്ങൾ പോയ വഴിക്ക് ഞാൻ എടുത്താണ്. നല്ല ഭംഗിയാണ്, നമുക്ക് ഓട്ടോയിൽ ഇരുന്ന് എൻജോയ് ചെയ്തിങ്ങനെ പോകാൻ പറ്റേ. പിന്നെ ഇടയ്ക്ക് ഒരു കുഞ്ഞി കാടൊക്കെ ഉണ്ട്. ഈ സ്ഥലം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് അനിയനാണ് വരാതിരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവൻ വന്നത്. കാരണം ഇതിന് മുൻപ് അവന് ഞങ്ങൾ 8ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലൈഡൂട്ടൻ്റെ എന്തോന്നു ബാപ്റ്റിസത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ നമ്മൾ ഈവനിങ് കൊണ്ട് കുറേ ചുറ്റിയിട്ടുണ്ട്. അവന് കടയിലൊക്കെ വന്ന് നല്ല പോസ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പോയത് അമ്മയ്ക്കൊരു റിങ് എടുക്കാനായിട്ടാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് പ്ലാൻ ചെയ്തതൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി. കാരണം ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് കുറച്ച് നാൾ ആയി. പിന്നെ ഞാനും ക്ലൈഡൂട്ടനും ഒന്നും ഒരുപാട് ദിവസമൊന്നും ഇവിടെ ഇല്ലിനി. അത് കാരണമാണ് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ക്ലൈഡൂട്ടൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് അവന് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവന് വീട്ടിൽ നമ്മൾ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര വഴക്കാണ്. അവൻ എപ്പോഴും ഇങ്ങനെ കളിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കണേ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആശാൻ ഒരു കുഴപ്പമില്ല, ഒരു കരച്ചിലുമില്ല, ഒന്നുമില്ല. ഭയങ്കര സന്തോഷം അവന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ. അമ്മയ്ക്ക് 2-3 ചുരിദാർ മെറ്റീരിയലൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അമ്മ നേരത്തെ ചുരിദാർ ഇടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി സാരിയെക്കാട്ടിലും കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയത് ചുരിദാറാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചുരിദാർ എനിക്ക് ആ ഗ്രീൻ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് എടുത്തത്. പിന്നെ വേറൊരു സെറ്റും കൂടെ എടുത്തു കേട്ടോ. ഇനി അമ്മ ഇത് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈഡുട്ടൻ ആ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, ഇവരെന്താ ചെയ്യുന്നതെന്ന്. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാണ്ടാണ് പോയത്. അതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. അത് കാരണം അവിടെ തന്നെയുള്ളൊരു ചെറിയൊരു ചായക്കടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചേക്കാമെന്ന് വെച്ചു. ഞാനും അവനും ഫ്രഷ് ലൈമാണ് കുടിച്ചത്. അമ്മയ്ക്ക് പിന്നെ എവിടെ പോയാലും ചായ മതി. അമ്മ ചായയും പഴംപൊരിയും അമ്മ അത് നോക്കിയിരിക്കുകയാണ്. ഞാൻ കഴിച്ചത് ഒരു കട്ട്ലേറ്റും കൂടാണ് കേട്ടോ. അപ്പോൾ ക്ലൈഡൂട്ടന് പതിയെ ചെറുതായിട്ടൊന്ന് വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവനുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിൽ. എങ്കിലും ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ സമയത്ത് അമ്മ എന്നാ ചെയ്യുന്നറിയാം. അമ്മയ്ക്കിപ്പോൾ ഒരു സ്വഭാവമുള്ളത്, എന്നാ കൊണ്ടുവന്നാലും അവനും കൊടുക്കും ഇച്ചിരിയൊക്കെ. അവനൊരു കുഞ്ഞി പല്ലൊക്കെ വരാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അത് കാരണം അമ്മ ആ പഴംപൊരിയുടെ അകത്തുനിന്ന് ഓയിലില്ലാത്ത ഭാഗമില്ല, ആ പഴംപൊരിയുടെ ആ ഒരു സാധനം ഏത്തയ്ക്ക, അത് കുറച്ച് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ടോ. പാവം അവനിങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട്. അവൻ എന്നിട്ട് ഇനിയും വേണമെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ ഒരുപാടൊന്നും കൊടുത്തില്ല. അനിയൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് ഭയങ്കര ഓയിൽ എന്നാത്തിലിട്ടുണ്ടാക്കുന്നതൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ക്ലൈഡൂട്ടന് വേണ്ടിയിട്ട് 1-2 കുറുക്കുണ്ടാക്കാനായിട്ടുള്ള 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അമ്മ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ആണെങ്കിൽ ഞാൻ എൻ്റെ മുടി ഒന്ന് ഷോർട്ട് ഹെയർ ആക്കണം എന്ന് ഓർത്തിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും ലോങ് ഹെയർ ആയിരിക്കും. അപ്പം എനിക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് നന്നായിട്ട് മുടി വളർന്നു. അപ്പോൾ എനിക്കത് വെട്ടിക്കളയാനൊരു മടി. എനിക്ക് ഇഷ്ടമാണ് ഷോർട്ട് ഹെയർ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മുടി നന്നായിട്ട് ഒഴിയാൻ തുടങ്ങി. പിന്നെ എൻ്റെ മുടി ഫുള്ള് ലൈഡൂട്ടൻ കൈകൊണ്ട് വലിച്ച് പറിച്ച് കളയുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊരു കാരണമാക്കിയെടുത്ത് മുടി കട്ട് ചെയ്തേക്കാമെന്ന് വെച്ച് രണ്ടും കൽപ്പിച്ച്. അങ്ങനെ ഞങ്ങളൊരു അവിടെയുള്ളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഞാൻ ലെയർ കിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഒരുപാട് ലെങ്ത് ഒന്നും കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ വെട്ടി വന്നപ്പോൾ കുറച്ച് ലെങ്തൊക്കെ കുറഞ്ഞു കേട്ടോ. പിന്നെ അവർ ഹെയർ വാഷൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യുമെന്നാണ് ഓർത്തത്. പക്ഷെ അത്രയും സമയം ഞങ്ങൾക്ക് അവിടെ വേസ്റ്റായി കേട്ടോ. പക്ഷെ പാവം ക്ലൈഡൂട്ടൻ വഴക്കൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവന് പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം അവൻ ഇങ്ങനെ എൻ്റെ മുടി വെട്ടുന്നതും ഞങ്ങൾ വർത്താനം പറയുന്നതൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് എന്തായാലും വന്നു, കുറച്ച് സമയം എടുക്കും. ക്ലൈഡൂട്ടൻ വലിയ വഴക്കില്ല. എന്നാൽ പിന്നെ റിലാക്സ് ചെയ്തൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്നോർത്ത് ഇങ്ങനെ ഇരിക്കുവാണേ.
പിന്നെ ഞാൻ എൻ്റെ മുടി എനിക്ക് മനസ്സിലൊരാഗ്രഹം തോന്നി ഷോർട്ട് ഹെയർ ആക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും അമ്മേ എൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോവാ, ഞാൻ വെട്ടിക്കളയുമെന്ന്. അപ്പോൾ അമ്മ പറയുന്നു ഇപ്പം ലാസ്റ്റ് അമ്മ പറഞ്ഞു നീ പറഞ്ഞ് ആ മുടിയെ പേടിപ്പിച്ച് ആ മുടി തന്നെത്താനെ പൊഴിഞ്ഞു പോകുന്നു, അത് പേടിച്ചാൽ തലയിലിരിക്കണു എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞാൻ വീണ്ടും നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു പാവമുടി എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരുപാട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. അത് കാരണം ഇതൊക്കെ ഒരു വലിയ ഭയങ്കരമായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതല്ലോ, നമ്മുടെ ആഗ്രഹമല്ല. അപ്പം ഞാനതങ്ങ് വെട്ടിയേക്കാന്ന് വെച്ചു. ലാസ്റ്റ് വെട്ടി വന്നപ്പോൾ ഇതാണ് കേട്ടോ, ലെയർ കട്ടാണ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വെട്ടി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പറഞ്ഞു നിൻ്റെ ഷേപ്പൊക്കെ മാറി, മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു ഷേപ്പായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നല്ലതാണെന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ കുറേ മുടി പോയി എന്നും പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരമായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.